താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കുട്ടിയുടെ ശരീരത്തിൽ സൂചി തുളച്ചുകയറിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി ഇടപെടണമെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. ഇത്രയും സംഭവിച്ചിട്ടും ഒന്നും നടന്നില്ലെന്ന മട്ടിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഉപയോഗിച്ച ശേഷം ആശുപത്രി കിടക്കയിൽ ജീവനക്കാർ അലക്ഷ്യമായി ഉപേക്ഷിച്ച സൂചി 7 വയസ്സുകാരന്റെ ശരീരത്തിൽ തുളച്ചുകയറിയ വാർത്ത നൽകിയത് ന്യൂസ് 18 ആണ്. പാവപ്പെട്ട ഒരു കൊച്ചുകുഞ്ഞിൻ്റെ 7 വയസ്സുള്ള കുഞ്ഞിൻ്റെ തുടയിലേക്ക് അത് തുളച്ചു കയറുക, എന്നിട്ട് ഒന്നും സംഭവിച്ചില്ലാത്ത മട്ടിൽ നടക്കുക ഗവൺമെൻറ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സർക്കാരിന് എന്ത് സംഭവിച്ചു എന്ന്. ഇതിനകത്ത് ഈ സംഭവം ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നടപടി ഉണ്ടാവണ്ടേ? ഇത്തരം അലക്ഷ്യമായിട്ട് കൈയറിഞ്ഞേണ്ട ഒരു വിഷയമാണോ ഇത്? ആ കുഞ്ഞിനെ 14 വയസ്സ് വരെ ഇഞ്ചക്ഷൻ ചെയ്യണം, ഒരു ഭയത്തിൻ്റെ മുൾമുനയിൽ ജീവിക്കണം. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് ഒരു നടപടിയും ഇല്ലാതെ പോകുകയെന്ന് പറഞ്ഞാൽ ഇത് നിരുത്തരവാദിത്വമല്ല, അങ്ങേയറ്റത്തെ നിരുത്തരവാദിത്വമല്ലേ? ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമാക്കേണ്ട ഒരു സബ്ജക്റ്റ് അതിനൊന്നും വിധേയമാക്കാതെ ഫ്രീ ആയിട്ട് അനുവദിക്കുകയാണ്. സർക്കാർ ടോട്ടലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിത്. അടിയന്തരമായി ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി ഇടപെടണം, നടപടി ഉണ്ടാകണം. കാരണം വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകും. ശരണ്യ, നമ്മളാണ് ഈ വിവരം, ഈ കുഞ്ഞിന്റെ ദുരവസ്ഥ ആദ്യമായി പുറം ലോകത്തെ അറിയിച്ചത്. ഇപ്പോൾ ഇതിൽ എന്താണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ കുടുംബത്തിന് ആശ്വാസകരമാകത്തക്ക വിധത്തിൽ? രഞ്ജിത്ത്, ഈ സംഭവം നടന്നിട്ട് 1 മാസം പിന്നിടുന്നു. ഇതുവരെ ആരോഗ്യവകുപ്പ് എന്താണ് ആശുപത്രിയിൽ സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ തയ്യാറാകുന്നില്ല. DMO അടക്കം ഈ കുട്ടിയുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ പോലും ഈ വിഷയം, അതായത് അത്തരമൊരു പരാതി തനിക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ള വിവരമാണ് DMO കൈമാറുന്നത്. പക്ഷേ അതിനെ ആ കുട്ടിയുടെ അച്ഛൻ തന്നെ പറഞ്ഞിരുന്നു. അതായത് കായംകുളം താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് കായംകുളം മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കായംകുളം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ തന്നെ നേരിട്ട് വിളിച്ച അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ DMOയുമായി സംസാരിച്ചത്, ഈ വിഷയം പറഞ്ഞത്. എന്നിട്ട് പോലും അതിനകത്ത് ഒരു നടപടിയും കാര്യങ്ങളുമായി ഇതുവരെ ആരോഗ്യ വകുപ്പിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ, സ്ഥലം MP കൂടിയായ കെ.സി. വേണുഗോപാലാണ് സർക്കാരിനെതിരെയും ആരോഗ്യ വകുപ്പിനെതിരെയും കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ഇതൊരു ചെറിയ വിഷയമല്ല. അവിടെ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സ നേടിയ 7 വയസ്സുകാരനാണ് ആശുപത്രി ജീവനക്കാർ അലക്ഷ്യമായി ഉപയോഗിച്ച ശേഷം തള്ളിയ ഒരു സിറിഞ്ചല്ല, അതിന്റെ നീഡിൽ കുട്ടിയുടെ തുടയിലേക്ക് കുത്തിക്കയറിയത്. പനി ബാധിച്ചെത്തിയ കുട്ടി ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലെ ബെഡിലേക്ക് ഇരിക്കാൻ അവിടെ ജീവനക്കാർ നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് ആ കുട്ടിയെ ബെഡിലേക്ക് ഇരുത്തിയപ്പോൾ ആ ബെഡിന്റെ ഷീറ്റിനടിയിൽ നിന്നാണ് കുഞ്ഞിന്റെ കാലിലേക്ക്, തുടയിലേക്ക് ഇത്തരത്തിൽ ഈ സൂചി തുളച്ചു കയറിയത്. അതിൽ ഏറ്റവും ഗൗരവകരമായ വിഷയം, ഈ കുഞ്ഞിനെ 14 വർഷത്തേക്ക് HIV TB ടെസ്റ്റുകൾക്ക് എല്ലാ 3 മാസം കൂടുമ്പോഴും വിധേയനാക്കണമെന്ന അവിടുത്തെ നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ HIV വിഭാഗത്തിലെ ഡോക്ടർമാരടക്കം ഇവരോട് പറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലൊരു അരക്ഷിതാവസ്ഥയിലേക്ക്, ഗുരുതര പ്രതിസന്ധിയിലേക്ക് ഈ ആശുപത്രി അധികൃതരുടെ ദുരവസ്ഥ അല്ലെങ്കിൽ അവരുടെ അനാസ്ഥ കൊണ്ട് ഒരു 7 വയസ്സുകാരനെ എത്തിച്ചു എന്നുള്ളതാണ്. ഈ വിവരം നമ്മൾ ന്യൂസ് 18 പുറത്തുവിടുകയും ചെയ്യുന്നു. വളരെ ഗൗരവത്തോടെയാണ് ഈ സംഭവത്തെ നോക്കിക്കാണേണ്ടത്. കാരണം ഒരു കുട്ടിക്ക് ഇത്രയും കാലം, 14 വർഷം എന്ന് പറയുന്ന 7 വയസ്സുള്ള കുട്ടി 21 വയസ്സ് വരെ ഇത്തരം ഒരു ടെസ്റ്റിന് എല്ലാ 3 മാസം കൂടുമ്പോഴും വിധേയനായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം. അതിനകത്ത് ഈ കുട്ടിക്ക് ഗുണകരമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു അനാസ്ഥ സംഭവിച്ചതിന് ആ കുടുംബത്തിന് കൃത്യമായ ഒരു മറുപടി നൽകാനായി ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് 1 മാസം കഴിയുന്നു. ഒപ്പം തന്നെ DMOയ്ക്ക് അടക്കം ഇവർ പരാതി നൽകിയിരുന്നു. ഈ പരാതികളിലൊന്നും തന്നെ കൃത്യമായ ഒരു അനാസ്ഥ, അതായത് പോലീസ് FIR ഇട്ട് കേസെടുത്തൊരു സംഭവത്തിൽ പോലും മാതൃകാപരമായ ഒരു നടപടിയിലേക്കോ മറ്റൊരാൾക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടാവാത്ത രീതിയിൽ ഈ കാര്യങ്ങളെ ഉറപ്പുവരുത്തുന്നതിലേക്കോ ഒരു ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനെതിരെയാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ MP അടക്കം രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ന്യൂസ് 18 വാർത്തയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു. മാത്രമല്ല, കൃത്യമായൊരു പ്രോട്ടോകോൾ ആശുപത്രി പരിപാലനത്തിൽ, ആശുപത്രിയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ ബെഡുകൾ വിരിക്കുന്നതടക്കം കൃത്യമായൊരു പ്രോട്ടോകോൾ നിലനിൽക്കുന്ന ഒരു ഇടമാണ് ആശുപത്രി. അവിടെ ഉപയോഗിച്ച ശേഷമുള്ള സിറിഞ്ചുകൾ അല്ലെങ്കിൽ നീഡിലുകൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ളതിന് കൃത്യമായി പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറുകൾ അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മനുഷ്യാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബീനാകുമാരിയും അത് അവരുടെ പത്രക്കുറിപ്പിലൂടെ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു പ്രൊസീജിയർ പാലിക്കപ്പെടാതിരുന്നെങ്കിൽ ആ ഡ്യൂട്ടി സമയത്ത് ഉണ്ടായിരുന്നത് ആരാണ് എന്നതടക്കം കണ്ടെത്തേണ്ട ഉത്തരവ് CCTVയുടെ നിരീക്ഷണത്തിലാണ് ഈ കാഷ്വാലിറ്റി അടക്കം പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി അവർക്ക് കണ്ടെത്താനാകും. അത് കണ്ടെത്താനാകാത്തത് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് നിലപാടിന്റെ ഭാഗമായി തന്നെയാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്.
നമ്മൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടിയുടെ അച്ഛൻ കോടതിയെ സമീപിക്കാനായി തയ്യാറാവുകയാണ്. അത്തരത്തിൽ കോടതിയിൽ പരാതിയുമായി പോകാൻ തന്നെയാണ് അവർ പോകുന്നത്. ഈ സർക്കാർ സംവിധാനങ്ങൾ പരാതി നൽകുന്നവർക്കാർക്കും കൃത്യമായ ഒരു മറുപടിയോ അല്ലെങ്കിൽ അതിന് അർഹമായ പരിഗണനയോടുകൂടി ഇവർ അത് കണക്കിലെടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 14 വർഷക്കാലം വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധ കൂടി അങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. ആ കുഞ്ഞിന് ആവശ്യമായ സഹായങ്ങൾ, ആ കുടുംബത്തിനുള്ള ആശ്വാസം കൂടി നൽകേണ്ട പശ്ചാത്തലമുണ്ട്. അത്രത്തോളം അനാസ്ഥയാണ് ഈ വിഷയത്തിൽ കായംകുളം ആശുപത്രിയിൽ സംഭവിച്ചത്. എയർ ഇന്ത്യ